ഹായ് ഫ്രണ്ട്സ്, സായിഫ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ ചൂരക്കറിയാണ് വെക്കുന്നത്. അതിന് ചൂരമീൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഒരു കുഞ്ഞുള്ളിയും കൂടെ ചതച്ച് വെച്ചത്, പിന്നെ മുളക് നമ്മളെ എരിവിനനുസരിച്ചെടുക്കുക. മല്ലി നല്ലപോലെ വറുത്തെടുത്തത്. ഇനി നമുക്ക് ഈ മുളകും മല്ലിയും നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. നമ്മളെ മുളകും മല്ലിയും വറുത്തത് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇത് വറുത്ത് കറക്കിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് മുളകുമുള്ള എണ്ണയിലിട്ടുകൊണ്ട് വറുത്തിട്ട് അങ്ങനെ കറി വെക്കാം. ഇതൊന്ന് കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചട്ടിയോ എന്തെങ്കിലും ഒരു ചട്ടി അടുപ്പത്ത് വെച്ചുകൊണ്ട് നമുക്ക് കറി തയ്യാറാക്കാം. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് മീൻകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇനി ആ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഉലുവയും കടുകും പൊട്ടിക്കാം. ഉലുവയും കടുകും നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മുളകും മല്ലി ഇതിലേക്ക് ഒഴിക്കാം. പച്ചമണമൊക്കെ മാറി നല്ലപോലെ മുട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച മുളക് നമുക്ക് ഒഴിക്കാം. ഇനി ഒരു പച്ചമുളക് അതിലേക്ക് കീറിയിടാം. അതേപോലെ തക്കാളി നീളത്തിലരിഞ്ഞിട്ട് അതിലേക്ക് ഇടാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കൊടുക്കാം. നമ്മളെ മീനും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി വെക്കട്ടെ. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളെ മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മീൻ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് ഇറക്കിയെടുക്കാം. ചൂരക്കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഇറക്കി വെക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.